നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 6-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മഴക്കെടുതിയിലും വെള്ളപ്പൊക്കത്തിലും സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായിട്ട് സമഗ്രമായിട്ടുള്ള ആശ്വാസ നടപടികളും അതോടൊപ്പം തന്നെ വൻ ധനസഹായ പദ്ധതികളുമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും വീടുകളിൽ വെള്ളം കയറി പ്രയാസം അനുഭവിച്ച എല്ലാവർക്കും 10,000 രൂപ വീതം ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി താമസിക്കണമെന്ന നിർബന്ധമില്ലെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. കൂടാതെ വീടുകളിൽ വെള്ളം കയറിയവർക്ക് ആശ്വാസമായി ദിവസം 300 രൂപ വീതം നൽകാനും കടകളിൽ വെള്ളം കയറി നാശനഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് 10,000 രൂപ വീതം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ദുരന്തത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും അതുപോലെ തന്നെ വീട് പൂർണ്ണമായിട്ട് തകർന്നവർക്ക് 6 ലക്ഷം രൂപയും ധനസഹായം നൽകുന്നതാണ്. തിരികെ വീടുകളിലേക്ക് പോയി താമസിക്കാൻ നിലവിൽ സാധിക്കാത്തവർക്ക് പുനരധിവാസത്തിൻ്റെ ഭാഗമായി വാടക നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കർഷകരുടെ പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുകയിൽ 25% വർധനവ് വരുത്തിയതിനൊപ്പം തന്നെ തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് കടൽ ഭിത്തി നിർമ്മാണവും വേഗത്തിലാക്കാനും കൂടുതൽ ജിയോ ബാങ്കുകളൊക്കെ തന്നെ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശവാസികളുടെയൊക്കെ തന്നെ പുനരധിവാസത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുനർഗേഹം പദ്ധതി പരിഷ്കരിച്ച് തുക വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഡാം മാനേജ്മെൻറ്റിന് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ശക്തമായ ദുരിതനിവാരണ പ്രവർത്തനങ്ങളും നൂതന കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളും നടപ്പിലാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി സംസ്ഥാനത്തെ ഡാമുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾക്കായി റവന്യൂ ജലവിഭവ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മഴ ശമിച്ചാലുടൻ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഉൾപ്പെടെ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയ സമിതി യോഗത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. റിപ്പോ നിരക്ക് 5.25% തന്നെ തുടരുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ബാങ്കിൻ്റെ ധനനയ നിലപാട് ന്യൂട്രലായി തന്നെ തുടരാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ തീരുമാനത്തോടെ ബാങ്കുകളുടെ വായ്പ പലിശ നിരക്കുകളിൽ നിലവിൽ മാറ്റമുണ്ടാകില്ല. ഭവന, വാഹന, വ്യക്തിഗത വായ്പകൾ തുടങ്ങിയവയുടെയൊക്കെ തന്നെ പ്രതിമാസ തിരിച്ചടവ് തുകയിൽ ഉടനടി വർധനവോ കുറവോ ഉണ്ടാകില്ലെന്നത് നിലവിൽ വായ്പയുള്ളവർക്കും പുതിയ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആശ്വാസമാണ്. അതുപോലെ സ്ഥിര നിക്ഷേപങ്ങളുടെ അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയൊക്കെ തന്നെ പലിശ നിരക്കിലും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. സാധാരണയായി റിപ്പോ നിരക്കിൽ മാറ്റം വരുമ്പോഴാണ് ബാങ്കുകൾ വായ്പ, നിക്ഷേപ പലിശ നിരക്കുകളൊക്കെ തന്നെ പുതുക്കാറുള്ളത്. എങ്കിലും ബാങ്കുകളുടെയൊക്കെ തന്നെ ആവശ്യാനുസരണം നിക്ഷേപ പലിശകളിലൊക്കെ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അവയ്ക്ക് അധികാരമുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചയാകട്ടെ 6.7% RBIയുടെ കണക്കുകൂട്ടൽ. രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെങ്കിലും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും RBI സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി PM കിസാൻ കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കുകയും 2030 വരെ ഈ പദ്ധതി തടസ്സമില്ലാതെ നടപ്പിലാക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 2019 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ 9 കോടിയോളം വരുന്ന കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ വീതമാണ് ധനസഹായമായിട്ട് ലഭ്യമാകുന്നത്. ഓരോ 4 മാസം കൂടുമ്പോഴും 2,000 രൂപ വീതം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൃഷിക്ക് ആവശ്യമായ പ്രാഥമിക ചെലവുകൾക്ക് സഹായകമാകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിൽ മാത്രം ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതുവരെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 23 ഗഡുക്കൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി കർഷകർ കാത്തിരിക്കുന്നത് 24ാമത്തെ ഗഡുവിനായാണ്. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലേക്ക് ലഭിക്കേണ്ട ഈ തുക ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാൽ തുക ലഭിക്കുന്നതിന് മുൻപായി തന്നെ KYC, ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് ഇവയൊക്കെ തന്നെ പൂർത്തിയാക്കാത്തവർ PM കിസാൻ വെബ്സൈറ്റ് പരിശോധിച്ച് അവ അടിയന്തരമായി തന്നെ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ ഒരു റേഷൻ കാർഡിലെ ഒന്നിലധികം വ്യക്തികൾ വ്യത്യസ്ത സ്ഥലങ്ങളുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്ന സംശയത്താൽ ചില അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ തുക മുടങ്ങിക്കിടക്കുന്നവർ രേഖകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന മുറയ്ക്ക് നിങ്ങളുടെ തുക പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതാണ്.
മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയവർ ഇതിനായിട്ട് പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. ഇതുവരെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകാത്തവർക്ക് ഇപ്പോൾ പുതിയ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2019 മുതൽ കുറഞ്ഞത് 5 സെന്റ് ഭൂമിയെങ്കിലും കൈവശമുള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം. 2019ലെയും നിലവിലെ വർഷത്തെയും കരമടച്ച രസീതുകൾ, അതുപോലെ തന്നെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ആധാറുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ് അപേക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഓൺലൈനായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷ നൽകിയ ഉടൻ തന്നെ തുക ലഭിക്കണമെന്നില്ല. നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ ചിലപ്പോൾ മാസങ്ങളുടെയൊക്കെ തന്നെ താമസം നേരിട്ടേക്കാമെന്നും കർഷകർ ഓർക്കേണ്ടതാണ്. ഇതിനു പുറമെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന മറ്റ് ചില ആനുകൂല്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. SMAM സ്മാം പദ്ധതി പ്രകാരം PM കിസാൻ ഗുണഭോക്താക്കൾക്കും മറ്റ് കർഷകർക്കും 50% മുതൽ 80% വരെ സബ്സിഡിയോടുകൂടി തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ ട്രാക്ടറുകൾ വരെയുള്ള കാർഷിക ഉപകരണങ്ങൾ വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ വാങ്ങാവുന്നതാണ്. കൂടാതെ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന PMFBY പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ കേന്ദ്രവിഹിത പെൻഷൻ വിതരണം നിലവിൽ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അർഹരായിട്ടുള്ള നിരവധി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിൻ്റെ തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ വരാനിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒന്നിലധികം ഗഡു ക്ഷേമ പെൻഷനുകൾ, അതായത് 2000 രൂപയോ അല്ലെങ്കിൽ 4000 രൂപയോ ഒരുമിച്ച് ലഭിച്ചേക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ഓണത്തിന് 4000 രൂപ പ്രഖ്യാപിച്ചുന്ന രീതിയിലൊക്കെ തന്നെ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെയോ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് ശേഷമുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ എത്ര ഗഡു നമുക്ക് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്ന കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 15ഓടുകൂടി ആരംഭിച്ചേക്കുമെന്നും കൂടുതൽ ഗഡുക്കൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ എല്ലാവരും. എന്നാൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക കൂടി ഇപ്പോൾ മുൻകൂറായിട്ടാണ് നമുക്ക് ഈ ഓണത്തിന് നൽകുന്നതെങ്കിൽ അടുത്ത പെൻഷൻ ഗഡുവിനായിട്ട് ഒക്ടോബർ മാസം അവസാന വാരം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയിൽ പെൻഷൻ യാതൊരു തടസ്സവുമില്ലാതെ തുടർന്ന് നമുക്ക് ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ മാസം 30-ന് മുൻപായി തന്നെ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ടോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്കായിട്ട് അക്ഷയ പ്രതിനിധികളൊക്കെ തന്നെ വീട്ടിലെത്തുന്ന ഹോം മസ്റ്ററിംഗ് സൗകര്യം മുൻകൂട്ടി അപേക്ഷിച്ച് ഉപയോഗപ്പെടുത്തിയോ ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ ഇതുവരെയും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അത് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം പെൻഷൻ സംബന്ധമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ഫോണിലേക്ക് ലഭിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായും ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അത് കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആനുകൂല്യം പൂർണ്ണമായിട്ടും മുടങ്ങുമെന്ന് മാത്രമല്ല, ഇനി എന്നാണോ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് അംഗീകാരം അതിന് ലഭിക്കുന്നത് അന്ന് മുതൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ തുടർന്നും ലഭിച്ചു തുടങ്ങുക. ഈ സാഹചര്യത്തിൽ മുടങ്ങിപ്പോയിട്ടുള്ള മുൻകാല തുകകൾ പിന്നീട് ലഭിക്കുന്നതുമല്ല എന്ന കാര്യം കൂടി ഓർക്കണം. അതിനാൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസും സമർപ്പിക്കേണ്ട രേഖകളും എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കാനായിട്ട് അർഹരായിട്ടുള്ള എല്ലാവരും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ വൻ വർധനവ് രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ചയുണ്ടായ ഇടിവിന് പിന്നാലെ ഓഗസ്റ്റ് 5 ബുധനാഴ്ച സ്വർണ്ണ നിരക്കുകൾ കുത്തനെ ഉയരുകയായിരുന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 160 രൂപ വർദ്ധിച്ച് 13,360 രൂപയിലും പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപയിലുമാണ് വ്യാപാരം ഇന്നലെ പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.